ഈ ഭക്തി എന്നുള്ള ഇമോഷനുമായിട്ടാണല്ലോ ഈ കർണാട്ടിക് കൃതികളെല്ലാം ജനറലി കണക്ട് ചെയ്തിട്ടുള്ളത്. എന്നോട് ഹരീഷ് ശിവരാമകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട് കർണാട്ടിക് സംഗീതം ഒരു ഭക്തി സംഗീതം പരിപാടി അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എതിർക്കുന്നവരും സപ്പോർട്ട് ചെയ്യുന്നവരൊക്കെ ഉണ്ട്. എന്താണെന്ന് ചോദിക്കുക, ഗൗരി ഒരു ദൈവവിശ്വാസം ഉള്ള ഒരു വ്യക്തിയല്ല എന്നാണ് ഞാൻ മനസ്സിലായി, എയ്ത്തിസ്റ്റ് ആണ്. അപ്പോൾ ഈ ഭക്തി എന്ന് പറയുന്ന ഈ ഒരു ഇമോഷനെ അല്ലെങ്കിൽ എങ്ങനെയാ അത് പ്രോസസ്സ് ചെയ്യുക? ഭക്തി ഉണ്ടോ ഇല്ലയോ എന്ന് ആദ്യം എനിക്ക് അറിയേണ്ടത്. ഈ പദങ്ങളും പരിപാടികളൊക്കെ കേൾക്കുമ്പോൾ ഞാൻ അതിന്റെ പാട്ടിന്റെ ബ്യൂട്ടിയാണ് കാണുന്നത്. അതിന്റെ ആ മ്യൂസിക്, ആ മെലഡി എങ്ങനെ ട്രാവൽ ചെയ്യുന്നത്, അതിൽ യൂസ് ചെയ്തിരിക്കുന്ന ചെറിയ ചെറിയ സട്ടിൽ നുവാൻസസ് എങ്ങനെയാണ്, പാട്ടിന്റെ സ്ട്രക്ചർ എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് പോയിരിക്കുന്നത്, എനിക്കിത് എങ്ങനെ വൃത്തിയായിട്ട് പാടാൻ പറ്റും, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിനിടയ്ക്ക് മറ്റേ ഭഗവാന്റെ രൂപമൊന്നും ചിന്തിക്കാനുള്ള സമയം അവിടെ ഇല്ല എന്ന് ഒന്നാമത്തൊക്കെ എനിക്ക് ഇത്രയും കാര്യങ്ങൾ കറക്റ്റ് ചെയ്യാനുണ്ട്. ഈ പറഞ്ഞ പോലെ ഈശ്വരഭക്തി ഉള്ള സിംഗേഴ്സിന് മേ ബി ദൈവത്തിനൊക്കെ കണ്ടൊക്കെ പാടുന്നവരുണ്ടായിരിക്കാം. പക്ഷെ എനിക്ക് ആ പാട്ടിൻ്റെ ബ്യൂട്ടി ആണ് എൻ്റെ ദൈവം എന്ന് പറയുന്നത്. ഏറ്റവും സന്തോഷമുള്ള രീതിയിൽ എൻ്റെ ഫ്രണ്ടിലുള്ള ആളുകൾക്ക് ഏറ്റവും എൻ്റെ ഓഡിയൻസ് സന്തോഷിപ്പിക്കുന്ന രീതിയിൽ എങ്ങനെ അത് പ്രസൻറ്റ് ചെയ്യാം എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നുന്നു എൻ്റെ ആ ഡിവോഷൻ കിടക്കുന്നത് അവിടെയാണ്. ആ വർക്കിനോട് തന്നെയാണ് അവിടെ ആ സമയത്ത് നമുക്ക് ആ ഡിവോഷൻ ഫീൽ ചെയ്യാം. ഈ ഫ്ലവേഴ്സിന്റെ ഒരു കോടിയിലെ തന്നെ ശ്രീകണ്ഠൻ നായർ സാറിനോട് ഞാൻ പറയുന്ന കേട്ടിട്ടുണ്ട് സൂരജ് സന്തോഷ് വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സിംഗറാണ്. അപ്പോൾ ഈ കുറച്ച് നാൾക്ക് മുന്നേ ആണല്ലോ നാമരവിൽ സൂരജ് സന്തോഷുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നത് ആ വീഡിയോ ഇതിലും കൂടുതൽ വ്യൂസ് ഡിസർവ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. അപ്പൊ ആ പാട്ടിന്റെ ഒരു ബർത്ത് എങ്ങനെയായിരുന്നു? എനിക്ക് നേരത്തെ പറഞ്ഞ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സിംഗറാണ്. അപ്പം മെലഡി ലിറിക്സും എല്ലാം ഓൾറെഡി ഉണ്ടായിരുന്നു. വളരെ ഒരു റൊമാൻറ്റിക് സ്പേസ് എന്ന് ഉണ്ടായ ഒരു പാട്ടാണത്. റൊമാൻസും അതിൻ്റെ എൻഡിൽ കുറച്ച് പെയിനും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പം പുള്ളിയോട് പറഞ്ഞിങ്ങനെ നമുക്കൊരു സാധനം ചെയ്യണമെന്നുണ്ട്, ജോയിൻ ചെയ്യാമോ എന്ന് ചോദിച്ചു. ആൻഡ് ലൈക്ക് വി ജസ്റ്റ് വർക്ക് ടുഗദർ ആൻഡ് ഇറ്റ് കെയിം ഔട്ട് റിയലി വെൽ. ഭയങ്കരമായിട്ടുള്ള പരിപാടിയൊന്നുമില്ല എൻ്റെ പുറകിൽ, ഇത്രയേ ഉള്ളൂ. പക്ഷെ ചെറിയ പരിപാടിയാണെങ്കിലും ലാസ്റ്റ് ഈ പെയിന്റെ കാര്യം നമുക്ക് ഗൗരി ലാസ്റ്റ് ഒരു എക്സ്പ്രഷൻ കൊടുക്കുന്നുണ്ടല്ലോ, തല താഴ്ത്തിയാണ് ആ പാട്ട് എൻഡ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ക്രെഡിറ്റ്സ് നോക്കിയപ്പോൾ ഡയറക്ഷനും ഗൗരി ലക്ഷ്മി തന്നെയാണ്. അപ്പോൾ ഈ ഡയറക്ഷനും കമ്പോസിങ്ങും ലിറിക് റൈറ്റിങ്ങും എല്ലാം കൂടി എങ്ങനെയാ മാനേജ് ചെയ്യുന്നത്? എനിക്ക് ഒരുപാട് സമയമുണ്ട്. ഓരോ സ്റ്റേജ് അല്ലേ ഇത്. നമ്മൾ ആദ്യം ചെറിയൊരു മെലഡി സ്റ്റാർട്ട് ചെയ്യുന്നു, പിന്നെ അത് കഴിഞ്ഞ് ലിറിക്സ് ആഡ് ചെയ്യുന്നു. ആ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓർഡറിൽ പോകുന്നതുകൊണ്ട് എല്ലാത്തിനും സമയമുണ്ട്. ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കുകളുണ്ട്. മുറിവിലെ തന്നെ അടുത്ത പാട്ടുകളൊക്കെ ഡയറക്ഷൻ ഞാൻ തന്നെ ചെയ്യുന്നത്. ഇരുന്ന് ഓർഡറിൽ എനിക്ക് ഈ കറക്റ്റായിട്ട് ഓർഡർ ചെയ്ത് പോവാന്ന്, ഓർഡറിൽ എഴുതി പോവാന്നുള്ള എന്തോ ഒരു സ്കില്ല് എവിടെയോ ഉള്ളത് കൊണ്ട് എല്ലാം കൂടി ഇങ്ങനെ പോകുന്നേ ഉള്ളൂ. അപ്പം ആദ്യം മെലഡി ക്രിയേറ്റ് ചെയ്യും, അത് മാറ്റി വയ്ക്കും, അടുത്തത് ചെയ്യും, അത് മാറ്റി വയ്ക്കും. ആ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് വലിയ എല്ലാം കൂടെ കിടന്ന് ഈ ബഹളം ഇല്ലാത്ത കൊണ്ട് അതങ്ങ് ചെയ്തു പോകുന്നു. കാമായിട്ട് എല്ലാ കാര്യങ്ങളും ഡീൽ ചെയ്യാൻ പറ്റാറുണ്ടോ? മോസ്റ്റ്ലി. ഇപ്പൊ ഈവൻ ഇഫ് ഐ എം എക്സ്ട്രീംലി ആങ്ഷ്യസ്, ഐ തിങ്ക് ഐ എം വെരി അവെയർ ദറ്റ് ഐ എം ആങ്ഷ്യസ്. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ തെറാപ്പിയിലൂടെയൊക്കെ പോയതിൻ്റെ ഒരു ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ ഒരു അവയർനെസ് ഉണ്ട്. ഇപ്പം ഞാൻ വളരെ മോശാവസ്ഥയിലാണ്, ഞാനിപ്പോൾ ഭയങ്കര മോശാവസ്ഥയിലാണ്, ആ ഒരു മനസ്സിലാക്കി അത് അക്സെപ്റ്റ് ചെയ്യുക, റെസിസ്റ്റ് ചെയ്യാണ്ടിരിക്കുക എന്നുള്ള സ്ഥലത്ത് കുറേ സഹായിക്കും, കാമായിട്ടിരിക്കും.